നമ്മൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മൊബൈൽ ഫോണുകളുടെ ഡിസ്പ്ലേയിൽ ലൈൻ വീഴുന്നു എന്നുള്ള ഒരു ആരോപണം. അപ്പം ഈ ഡിസ്പ്ലേയിൽ ലൈൻ വീഴുന്നു എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യുമ്പോഴാണെന്നാണ് പലരും ആരോപിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഡിസ്പ്ലേയിൽ ലൈൻ വീഴാനുള്ള കാരണം? സോഫ്റ്റ്വെയർ തന്നെയാണോ? അല്ല. പലപ്പോഴും ഈ സർവീസ് സെന്ററുകളിലൊക്കെ ചെന്ന് എല്ലാവരും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പലരും നമുക്ക് മാറിയൊക്കെ തരുന്നുണ്ട്. പക്ഷെ അങ്ങനെ മാറി തരുന്നുണ്ട് എങ്കിൽ പോലും യഥാർത്ഥ കാരണം ഒരിക്കലും സോഫ്റ്റ്വെയർ അല്ല. സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് ആണെങ്കിൽ തിരിച്ച് നമ്മളുടെ ഫോണ് സോഫ്റ്റ്വെയറിലേക്ക് തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ മാറ്റിയിട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അതിനെ ക്ലിയർ ചെയ്യുമ്പോഴോ സ്വാഭാവികമായിട്ടും ആ ഡിസ്പ്ലേ പഴയതുപോലെ ആവണം. ഇത് ഡിസ്പ്ലേ മാറിയിട്ടാൽ മാത്രമാണ് ഡിസ്പ്ലേ വീണ്ടും കണ്ടീഷൻ ആവുന്നത്. എന്ന് വെച്ചാൽ അത് ഹാർഡ്വെയർ കംപ്ലൈന്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെ വരാനുള്ള ഒരു കാരണം എന്താണ്? ഞാൻ പലപ്പോഴും ഞാൻ ഒരു മൊബൈൽ ടെക്നീഷ്യൻ ആണ്. അപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന പല കേസുകളിലും നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് പലരും ചാർജർ കുത്തിയിട്ടുകൊണ്ട് ഫോണുകൾ അപ്ഡേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ അപ്ഡേഷൻ നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 15, 20, 30 പല നെറ്റിന്റെ സ്പീഡ് അനുസരിച്ച് ടൈം മാറും. അപ്പം എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ ചാർജർ കുത്തിയിടും, അതോടൊപ്പം പൗച്ച് ഉണ്ടാവും, ടെമ്പേർഡ് ഉണ്ടാവും. അപ്പം ഈ ഫോണ് ഇത്രയും ടൈം വർക്ക് ചെയ്യുമ്പോൾ ചാർജറോട് കുത്തിയിട്ടേക്കുന്നതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചൂടാവും. അപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ, മെയിനായിട്ട് ഈ ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സ്പെയർ എന്ന് പറയുന്ന മൊബൈലിന്റെ ഡിസ്പ്ലേ. നമ്മളറിയാം ലോക്ക്ഡൌൺ സമയത്തൊക്കെ എല്ലാവരുടെയും ഫോണിന്റെ ഡിസ്പ്ലേകൾ ഇളകി വരലുണ്ടായിരുന്നു. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് കൈ തുടച്ചിട്ട് മൊബൈലിന്റെ പുറത്തൂടെ അല്പം സാനിറ്റൈസർ ഇട്ടൊന്ന് തുടയ്ക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ആയാൽ ഇതിന്റെ സൈഡിലെ ആ സ്റ്റിക്കർ ഇളകിയിട്ട് പലരുടെയും ഡിസ്പ്ലേ ഡാമേജ് ആവലും ഇളകിപ്പോലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നതുപോലെ തന്നെ നമ്മളിപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ വെയിലത്ത് വെച്ചുകൊണ്ട് സ്ഥിരമായിട്ട് വാഹനങ്ങളിൽ ഗ്ലാസിന്റെ അവിടെ വെച്ചിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളുടെയൊക്കെ ഡിസ്പ്ലേ പെട്ടെന്ന് ഡാമേജ് ആവുകയും ഈ പറഞ്ഞതുകൊണ്ട് പല കേസസിലും ലൈൻ വീഴുകയും ഡിസ്പ്ലേ ഇളകി വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യുമ്പോൾ കഴിവതും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പൗച്ച് ഉപയോഗിക്കരുത്. ടെമ്പേർഡ് ഗ്ലാസ് നമുക്ക് എപ്പോഴും ഇളക്കി മാറ്റാൻ പറ്റുന്നതല്ല. ടെമ്പേർഡ് ഗ്ലാസ് അവിടെ തന്നെ ഇരുന്നോട്ടെ. ടെമ്പേർഡ് ഗ്ലാസ് ഇരുന്നു എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല വലുതായിട്ട്. പക്ഷെ എങ്കിലും ഈ പറഞ്ഞതുകൊണ്ട് പൗച്ചും ഇട്ട് ഗ്ലാസും ഇട്ട് ചാർജറും കൂടെ കുത്തുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. അപ്പം മൊബൈൽ ഫോൺ അപ്ഡേഷൻ വെക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ചാർജർ ഉപയോഗിക്കരുത്. ചാർജർ കുത്തിയിട്ടുകൊണ്ട് അപ്ഡേഷൻ വെക്കരുത്. കഴിയുന്നത്ര വൈഫൈയിൽ അപ്ഡേഷൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സിമ്മിൽ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് പിടിക്കുന്ന അത്രയും ഒരു പവർ നെറ്റ്വർക്കിന്റെ സെക്ഷനൂടെ അത്രയും വർക്ക് ചെയ്യുന്നത് കൊണ്ട് വൈഫൈയിലാവുമ്പം അത്രയും ഒരു റിസ്ക് വരുന്നില്ല. അപ്പോൾ കഴിവതും അപ്ഡേഷൻ അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും, നെറ്റ് കുറച്ചുകൂടെ സ്പീഡ് ആകുമ്പോൾ ഫാസ്റ്റ് ആവും. പലരും BSNL ഒക്കെ സിമ്മൊക്കെ ഇട്ടിട്ട് വളരെ കുറഞ്ഞ സ്പീഡിലൊക്കെ അപ്ഡേഷൻ വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഫോണുകളിൽ സത്യത്തിൽ ഡിസ്പ്ലേ പോയില്ലെങ്കിലേ ഉള്ള അത്ഭുതം. കാരണം എന്ന് വെച്ചാൽ അത്രയും വലിയൊരു ലോങ് ടൈം ആ ഫോൺ ഈ ചാർജറും പൗച്ചും ടെമ്പേർഡും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നിട്ട് അത് ഈ ഡിസ്പ്ലേ നമ്മൾ എപ്പോഴും ഫോണിന്റെ ഡിസ്പ്ലേ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രിപ്പ് ഉണ്ട്. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ടിവികളിലൊക്കെ നമുക്ക് കാണാം ഒരു ലൈൻ വീഴുന്നത്. ടിവികളിൽ പലപ്പോഴും LED ടിവികളിലൊക്കെ ലൈൻ വീഴും. അപ്പൊ ഈ ലൈൻ വീഴുന്നതും നമ്മുടെ ഈ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് ഇളകുന്നത് കൊണ്ടാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാർജിങ്ങിൽ ഇട്ടിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ സ്ട്രിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ചൂടായിട്ട് അതിന് ചെറിയ ലൂസ് കോണ്ടാക്ട് ഉണ്ടാവും. അപ്പം അത് റിപ്പയർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിലവിൽ ഉണ്ട് എങ്കിൽ പോലും അതിന്റെ മെഷീനറീസിനൊക്കെ വലിയ എക്സ്പെൻസ് വരുന്നത് കൊണ്ടും അതിന്റെ ടെക്നിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് അത്രയുമുള്ള ആൾക്കാർക്കേ ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടും അത് വലിയ ചെലവുള്ള കാര്യമാണ്, വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്പ്ലേ മാറി ആ പ്രശ്നം പരിഹരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ ആരെങ്കിലും ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പൗച്ച് ഊരി മാറ്റുക, അപ്പം ചാർജർ കുത്താതിരിക്കുക. കഴിവതും AC ഉള്ള റൂമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തൊക്കെ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്ത് നോക്ക്. ഒരു കുഴപ്പവും വരില്ല. 100% ഗ്യാരണ്ടിയാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള പല ഫോൺ OnePlus വരെ എല്ലാവരും OnePlusന്റെ പലരും പറഞ്ഞിട്ടുണ്ട് അപ്ഡേഷൻ ചെയ്യുമ്പോൾ ലൈൻ വീഴാറുണ്ടെന്ന്. ഞാൻ എൻ്റെ OnePlus അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ലൈൻ വീഴാതെ തന്നെ ഞാൻ ഒരുപാട് കാലം ഉപയോഗിച്ചു ആ ഫോൺ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്ക്, തീർച്ചയായും സക്സസ് ആവും.